കിലിയൻ എംബാപ്പെ ഹാട്രിക്ക്. ഒരുപാട് വിമർശനങ്ങളിലെ റയലിലേക്ക് വന്നത് മുതൽ പഴയ എംബാപ്പയുടെ നിഴല് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ അതുമില്ല, എങ്ങനെ വന്ന് നോക്കിയാലും അദ്ദേഹത്തിന് കളത്തിലേക്ക് അല്ലെങ്കിൽ പഴയ ലെവലിലേക്ക് എത്താൻ കഴിയുന്നില്ലായിരുന്നു എംബാപ്പയ്ക്ക്. ഇപ്പോൾ കഴിഞ്ഞ കണ്ടിന്യൂസ് ആയിട്ടുള്ള മത്സരങ്ങളിലൊക്കെ ഗോൾ അടിച്ച് അദ്ദേഹത്തിൻ്റെ പഴയ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ അവസാനമായിട്ട് ഹാട്രിക്കും അടിച്ചിട്ടുണ്ട്. വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഇനി പഴയ നിലവാരത്തിൽ കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ട് അല്ലേ. ഇതിനൊക്കെ പുറത്ത് ഇപ്പോൾ ഇതിൻ്റെ എംബാപ്പയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളിലൊക്കെ അദ്ദേഹത്തെ പുകഴ്ത്തിങ്ങാണ്ടുള്ള പോസ്റ്റുകളിലൊക്കെ കമൻറ്റുകളിലൊക്കെ കാണുന്നുണ്ട്. ബാഴ്സലോണയിലെത്തുമ്പോൾ ബാഴ്സക്കെതിരെ കളിക്കുമ്പോൾ രാജാവ് ഉറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളൊക്കെ. ബാഴ്സക്കെതിരാണെങ്കിലും ആർക്കെതിരാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഒറിജിനൽ ഫോമിലേക്ക് തിരിച്ചെത്തിയാൽ അദ്ദേഹം വേറെ ലെവൽ തന്നെയാണ്. അത് പലപ്പോഴും രാജ്യാന്തര ഫുട്ബോൾ മത്സരങ്ങളിലും ക്ലബ്ബ് ഫുട്ബോൾ മത്സരങ്ങളിലൊക്കെ ആണെങ്കിലൊക്കെ നമ്മളും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ഈ ചീച്ചി നേട്ടത്തിൽ അദ്ദേഹം ലെവൻഡോസ്കിയുടെ തൊട്ടരികിലെത്തിയിട്ടുണ്ട്. ലെവൻഡോസ്കി 16 ഗോളുകൾ, എംബാപ്പെ 15 ഗോളുകൾ. അദ്ദേഹം പറഞ്ഞു, ടോപ്പ് സ്കോറർ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോളുകൾ കൂടുതൽ അടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ ആവശ്യം റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് വിജയിക്കുക, ചാമ്പ്യന്മാരാവുക, ഇത് മാത്രമാണെന്ന് പറഞ്ഞു. കുറച്ച് മുന്നേ വിനീഷ്യസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇനി എംബാപ്പയെ ടോപ്പ് സ്കോററാക്കാൻ വേണ്ടി സഹായിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു മത്സരത്തിന് ശേഷം പറഞ്ഞത്, എനിക്ക് ടോപ്പ് സ്കോറർ ആവണ്ട, എനിക്ക് റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് വിജയിക്കണം, ടൈറ്റിലുകൾ നേടണം, ഞാൻ വിനീഷ്യസിനെയും അതുപോലെ റോഡ്രിഗോയെയും ഒക്കെ സഹായിക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹം പഴയ ലെവലിലേക്ക് പഴയ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കാണാം ഇനി നമുക്ക് ആ പഴയ എംബാപ്പയെ അല്ലേ.